ആസിയ ബീവിയാണ് വിശ്വാസിനികൾക്ക് മുഴുവനുമുള്ള ഉദാഹരണം. ഇദ് ഖാലത്ത്, എന്തു ചെയ്തു എന്നല്ല, എന്ത് മഹദി പറഞ്ഞു. മഹദിയുടെ മനസ്സിൽ എന്താണ് വന്നത്? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്. പടച്ചവനെ, എനിക്ക് സ്വർഗം തരണേ എന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ടാകാം. എനിക്ക് സ്വർഗം വേണം റബ്ബേ എന്ന് പറഞ്ഞു പോയവർ എത്രയോ കാണാം. പക്ഷെ ആസിയ ബീവി ചോദിച്ചത് അങ്ങനെയല്ല. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്. അല്ലാഹുവേ, നിന്റെ അരികത്ത് എനിക്കുണ്ടാക്കി തരണം ഒരു വീട് നിന്റെ സ്വർഗലോകത്ത്. അയൽപ്പക്കം ചോദിച്ചതിന് ശേഷമാണ് വീട് വേണമെന്ന് മഹദി ചോദിച്ചത്. ആരുടെ അടുത്ത്? അല്ലാഹുവേ, നിന്റെ അരികത്തിൽ. നിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം. വീട് വേണം എന്നല്ല ആദ്യം പറഞ്ഞത്, നിന്റെ അരികത്ത്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയാ സഅലത്തിൽ ജാറ സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ. വീട് വേണം എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പ് അയൽപക്കം എന്താവണം എന്ന് ചോദിച്ചു മഹദി റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ, നിന്റെ അരികത്ത്, നിന്റെ അരികത്തേക്ക് എന്ന ചിന്തയിലാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ഫറോവയുടെ കൊട്ടാരമോ ആർഭാടമോ നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല റബ്ബേ, നിന്റെ അരികത്തേക്ക്, നിന്റെ അരികത്തേക്ക് എനിക്ക് വരണം. അല്ലാഹുവിലേക്ക്. മുഅ്മിനീങ്ങളുടെ ഉദാഹരണമാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. നമുക്കെപ്പോഴും പടച്ചോനിലേക്ക് ഒരടി അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരൽപ്പം അല്ലാഹുവിലേക്ക് ഇന്ന് ഞാൻ അടുത്തോ ഇന്നലത്തേതിനേക്കാളും? ഈ ചോദ്യം നമ്മളോട് ചോദിക്കണമെന്നാണ്. കുറേ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം, കുറേ അറിവ് കേട്ടിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ പടച്ചോനിലേക്ക് അടുത്തിട്ടുണ്ടോ? വമിമ്മാ സാദനി ഇസ്സൻ വതീഹാ വമിമ്മാ സാദനി ഇസ്സൻ വതീഹാ وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. MLN നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ അഭിമാനം എത്രയാണ്. മന്ത്രി എൻ്റെ ആളാണ്, CI എൻ്റെ ആളാണ്, SI എൻ്റെ. എന്താ, അവരൊക്കെ വലിയ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസാണ്, കാര്യങ്ങൾ നടത്തിത്തരാൻ കഴിയുന്നവനാണ്. ദുന്യാവിലെ മനുഷ്യന് വല്ല അസുഖം വന്നാൽ വല്ലതും നടക്കുമോ? അധികാരം പോയ മന്ത്രിയായി, മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായെന്ന് വിചാരിക്കുക, അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ആൾക്കാർ മൈൻഡ് ചെയ്യുമോ? ഇല്ല. ആൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഒന്നും പറ്റൂല. എന്നാലും എന്തൊരു അഭിമാനത്തിലാണ് പറയാ, എൻ്റെ ആളാണ് CM, എൻ്റെ ആളാണ്, എനിക്ക് അടുത്ത ബന്ധമാണ്, ഞാൻ വിളിച്ച ഫോൺ എടുക്കും, സംസാരിക്കും. ആയിക്കോട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്താണെന്നറിയുമോ? വമിമ്മാ സാദനി ഇസ്സൻ വശറഫാ വകിത്തു ബിഅഖ്മുസി അത്ഉ ഥുറയ്യാ. ഭൂമിയിലൂടെ കാല് വെച്ച് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ തന്നെയും എൻ്റെ കാലിൻ്റെ ഉള്ളകം കൊണ്ട് ഉന്നത നക്ഷത്ര ലോകങ്ങളിൽ കാല് ചവിട്ടുന്ന പോലെ അഭിമാനം കൊണ്ട് ത്രസിക്കുകയാണ് ഞാൻ. രണ്ട് കാരണം കൊണ്ട്. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സമ്പത്തില്ലാതിരിക്കാം, വീടില്ലാതിരിക്കാം, കച്ചവടം നഷ്ടമായിരിക്കാം, മക്കളില്ലാതിരിക്കാം. മക്കളിലൂടെ, ഭാര്യയിലൂടെ, കുടുംബത്തിലൂടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം പോലും കിട്ടാത്ത അവസ്ഥകൾ വന്നിരിക്കാം. എന്നാൽ ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കുമ്പോൾ ഞാൻ അതിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ. എൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹു എന്ന ഒരഭിമാന ബോധം ഒരു മുഅ്മിനിന് എപ്പോഴും വേണ്ടതല്ലേ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. MLA മന്ത്രിയൊക്കെ പോട്ടെ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇതൊന്നുമല്ല. നമ്മളൊന്നും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇത് നമുക്ക് തോന്നാറുണ്ടോ? എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു, അല്ലേ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെയല്ല.
അള്ളാഹുവിൻ്റെ ചില തർത്തീബുകൾ, ചില ഹിക്മത്തുകൾ പോലും നമുക്കറിയില്ല. കാര്യം നടക്കുമ്പോഴേ ഇതിനായിരുന്നല്ലേ അള്ളാഹു ഇത് ചെയ്തത് എന്ന് മനസ്സിലാവും. യാ റബ്ബ്, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് മുഅ്മിനായ മനുഷ്യന് തോന്നണം. അത് മാത്രമല്ല, വഅൻ സ്വയ്യറത അഹ്മദ ലീ നബിയാ, എൻ്റെ നബി നൂഹ് നബിയോ, എൻ്റെ നബി ലൂത്ത് നബിയോ, അയ്യൂബ് നബിയോ, സുലൈമാൻ നബിയോ അല്ല, ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മച്ചിയാണല്ലോ. എൻ്റെ റസൂല് മുഹമ്മദ് നബി തങ്ങളല്ലേ, സയ്യിദുൽ അംബിയാ, അംബിയാഇന്റെ നേതാവാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ. ആ റസൂലിൻ്റെ ഉമ്മച്ചിയല്ലേ ഞാൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടല്ലോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ആകാശ ലോകത്താണ്, ഭൂമിയിലല്ല എന്ന് ഒരു മുഅ്മിൻ അഭിമാനത്തോടെ പറയാൻ കഴിയണം. ഇത് മരിക്കണവരെ പറഞ്ഞൂടെ? നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? അത് ആർക്കെങ്കിലും തോന്നുന്നില്ലെങ്കിൽ ഫഹുവൽ മഹ്റൂം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടു എന്ന ഏറ്റവും ദാരുണമായൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർബിലേക്ക്, പടച്ചവൻ്റെ ജിവാറിലേക്ക് കടക്കാൻ കഴിയാതെ പോയാൽ ഏറ്റവും വലിയ നഷ്ടമല്ലേ അത്? ഒരു കമ്പനി നടത്തുന്ന ഒരാൾ അതിൻ്റെ GM ഇന്ന് 4 മണിക്ക് വരുമെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ലീവ് വേണോ, സാലറി കൂട്ടിക്കിട്ടണോ, പ്രൊമോഷൻ വേണോ, അതൊക്കെ മൂപ്പരോട് ചോദിച്ചാൽ നടക്കും. ഇയാളാണെങ്കിൽ കൊല്ലത്തിലൊരിക്കലേ വരുള്ളൂ. ഇന്ന് 4 മണിക്ക് വരുന്നുണ്ട്, ജോലി 3 മണിക്ക് കഴിയും. അപ്പോൾ 3 മണിക്ക് എല്ലാവരും ഇറങ്ങി പോവോ? 1 മണിക്കൂറൂടെ വെയിറ്റ് ചെയ്യൂലേ? അപ്പോൾ വരട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കല്യാണം നടത്തണം, അപ്പോൾ ലീവ് കിട്ടണം. സനത് വാങ്ങും. പിന്നെ അടുത്ത ആലോചന അതായിരിക്കും. ഇൻഷാ അല്ലാഹ് വഫഖകുമുല്ലാഹ്. ജോലിയിൽ പോകണം, ജോലി ചെയ്യണം, ഉമ്മയിപ്പയെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പോകണം, പല ആവശ്യങ്ങളുണ്ടാവും. ഇതൊക്കെ പറയണ്ടേ? അപ്പോൾ ജനറൽ മാനേജർ വരുന്നുണ്ട്, കാത്തിരിക്കുകയാണ്. ഉദാഹരണം പറയാം. ഇദാ ദഹബ സുലുസുൽ ലൈൽ, രാത്രിയുടെ 2 ഭാഗം കടന്നു കളഞ്ഞാൽ, സുബ്ഹി വാങ്ക് വിളിക്കാൻ ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ സമയം ബാക്കിയാകുമ്പോൾ, യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ് സമാഇദ് ദുനിയാ നുസൂലൻ യലീഖു ബിഹി, അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്ന, സിഫാത്തിനോട് യോജിക്കുന്ന ഒരു ഇറക്കം. അള്ളാഹു 1-ാം ലോകത്തേക്ക്, 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. സുബ്ഹി വാങ്ക് കൊടുക്കാൻ 2-2.5 മണിക്കൂറേ ബാക്കിയുള്ളൂ. അള്ളാഹു ഇറങ്ങി വരും ഭൂമിക്കുള്ള ആളുകളോട് ചോദിക്കാൻ. ഹൽ മിൻ ദാഇൻ ഫഉജീബ്, ദുആ ഇറക്കുന്നവരുണ്ടോ? ഞാൻ ഉത്തരം കൊടുക്കാം. ഹൽ മിൻ സായിലിൻ ഫഉഅ്തിയ, ചോദിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് കൊടുക്കാം. വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, എന്നോട് റബ്ബേ പൊറുക്കണേ എന്ന് പാപമോചനം ചോദിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അള്ളാഹു ഓരോ രാത്രിയിലും ഭൂമിയിലെ ഇബാദുകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നേരമുണ്ട് എന്നറിഞ്ഞിട്ട് ആ പടച്ചവനെ കാണാൻ, അള്ളാഹുവിൻ്റെ ആ ഒരു റഹ്മത്തിൻ്റെ വുജൂദ്, ആ ഒരു നഫഹാറ്റുകൾക്ക് സാക്ഷികളാകാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. ഇതിനാണ് ഹിർമാൻ എന്ന് പറയാം, നഷ്ടം സംഭവിച്ചവർ. ആ GM MD വരികയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കും 1 മണിക്കൂർ അള്ളാഹ് ആ മനുഷ്യന് വേണ്ടി, അല്ലേ? ദുന്യാവത്തെ കാര്യം സാധിപ്പിച്ചു കിട്ടാൻ. അള്ളാഹു നമ്മുടെ ദുന്യാവും ആഖിറവും വിജയിപ്പിക്കാൻ ആവശ്യമായ സർവ്വ മുസബ്ബിബാത്തുകളും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹ്ക്ക് അതും വേണ്ട. അസ്ബാബുകളില്ലാതെ കാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു. ആ റബ്ബിനോടൊന്ന് കാര്യങ്ങൾ പറയാനും ഒന്ന് ഉണർന്നിരിക്കാനും മുസല്ല വിരിച്ചു വുളൂഇന്റെ അവസ്ഥയിലിരുന്ന് 1 മണിക്കൂർ നേരം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്നതാണ് നമ്മുടെ അസുഖത്തെക്കാളും വലിയ പരീക്ഷണം, നമ്മളെ കടങ്ങളെക്കാളും വലിയ പ്രയാസം. നമ്മുടെ മക്കളില്ലായ്മയോ, നമ്മുടെ കച്ചവടം നഷ്ടമായതോ, ജോലിയില്ലായ്മയോ, എന്തൊക്കെ പരാതികളും ശിക്വകളും നമ്മൾ പറയുന്നുണ്ടോ, അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ വിഷയം, അള്ളാഹുവേ നീ വിളിക്കുന്നിടത്ത് എത്താൻ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ, നിന്നിലേക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാണ് അള്ളാഹുവിലേക്കുള്ള ഖുർബ് നഷ്ടപ്പെട്ടു പോകുന്നത്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന്, കൈറോവിൽ നിന്ന് സുയസ് ഉൾക്കടൽ അവസാനിക്കുന്ന കരമാർഗത്തിലൂടെ സിനായിലേക്ക് പോകേണ്ട യാത്ര, ആ കരക്കെത്തുന്ന കുറച്ച് ഒരു 4-5 കിലോമീറ്റർ ഇപ്പുറം കടലിന് മുമ്പിലേക്ക് എത്തിപ്പെട്ടു. ഒന്ന് ഇടത്തോട്ട് നടന്ന കര കിട്ടും, പക്ഷേ രാത്രിയാണ്, വഴി കാണുന്നില്ല. ആ സ്ഥലം ഇന്ന് ഉയൂൻ മൂസ എന്ന് പറയുന്ന വലിയൊരു മുനിസിപ്പാലിറ്റി ഉള്ള സ്ഥലമാണ്, കടൽ കടന്ന സ്ഥലം. സൂയസ് കനാലിൻ്റെ കുറച്ച്, സൂയസ് കനാലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം.
മൂസ നബിയെ ഇന്നാ ലമുദ്റകൂൻ, ഫറോവയുടെ പിടുത്തം കൊടുക്കാതെ ഫലസ്തീനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി വരികയാണ് മൂസ നബി അലൈഹിസ്സലാം. പക്ഷേ കടലിന്റെ മുമ്പിലാണ് എത്തിപ്പെട്ടത്. 12,000-ഓളം വരുന്ന ഇസ്രായേൽ മക്കൾ മുഴുവൻ മൂസ നബിയോട് പരാതിയും മൂസ നബിയോട് ശാപത്തിന്റെ വാക്കുകളും പറഞ്ഞു. മൂസ നബിയെ, എന്തിനീ പണി ചെയ്തു? എന്തിന് ഞങ്ങളെ കുടുക്കിക്കളഞ്ഞു? ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ. ഒരു ബോട്ട് പോലും വഞ്ചി പോലും കപ്പൽ പോലും ഇല്ലാതെ വെള്ളത്തിന്റെ മുമ്പിൽ ഈ രാത്രി സമയം വന്നു നിൽക്കുമ്പോ ഫറോവയും അനുയായികളും പോലീസുകാരും ബാക്കിൽ വരുന്നു. നമ്മളെ പിടിച്ചല്ലോ, നമ്മൾ നഷ്ടപ്പെട്ടല്ലോ, നമ്മളെ പിടിക്കപ്പെടുമല്ലോ എന്ന് 12,000 ആളുകൾ വാവിട്ട് നിലവിളിക്കുന്ന നേരം ഒരേ ഒരു മനുഷ്യന്റെ മറുപടിയാണ്, ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നമ്മൾ വിചാരിച്ചു അങ്ങനല്ലേ, ഇതുകൊണ്ട് അങ്ങ് ആകെ പരാജയപ്പെട്ടു പോകും, നമ്മളങ്ങ് കുടുങ്ങിപ്പോകും. ഖല്ലാ, നെവർ, ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ രക്ഷിതാവായ അല്ലാഹു ഉണ്ട്. സയഹ്ദീൻ, ആ റബ്ബെനിക്ക് നേരായ മാർഗം കാണിച്ചു തരും. എവിടെ? ഒരു ബോട്ട് മൂസ നബി കാണുന്നുണ്ടോ മുമ്പിൽ? ഇല്ല. തുഴയാൻ എന്തെങ്കിലും ഒരു റോ ഉണ്ടോ? അതുമില്ല. ഒരു പലക കഷ്ണുണ്ടോ മുമ്പില്? അതുമില്ല. അങ്ങനെ പ്രതീക്ഷകളില്ലാത്തൊരു നേരത്ത് സയ്യിദുനാ മൂസ നബി പറഞ്ഞ വാക്കാണ് ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? അല്ലാഹുവിന്റെ കൂടെയുണ്ട്. ഏറ്റവും വലിയ അറിവുകളിൽപ്പെട്ട ഏറ്റവും വലിയ അറിവാണിത്, അല്ലാഹു കൂടെയുണ്ട് എന്നറിയുന്ന അറിവ്. ഈ അറിവാണ് ഇന്ന് കിട്ടേണ്ടത്. ആ അറിവില്ലാതെ നമ്മൾ കുറേ എന്തൊക്കെ നമ്മൾ മസ്അല പഠിച്ചു വെച്ചാലും ഈ അറിവ് കിട്ടാതെ പോയാൽ അതൊന്നും നമുക്ക് ഉപകാരപ്പെടുന്നില്ല, അല്ലേ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. 12,000 ആളുകളുടെ മനസ്സിൽ വന്ന നിരാശയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം, കലീമുള്ളയാണ്, കല്ലാ, ഒരിക്കലുമില്ല. മക്കളെ, നിങ്ങൾ എന്തായി പറയുന്നത്? നമ്മൾ കുടുങ്ങുകയോ? നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായി വന്നവരല്ലയോ? അടിച്ചമർത്തപ്പെട്ട മദ്ലൂമീങ്ങളല്ലയോ? നമ്മളെ അല്ലാഹു കൈവടിയുകയില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് മൂസ നബി പറയേണ്ട താമസം അതാ വരുന്നു വഹി. ഫളുരിബ് ബിഅസാകൽ ബഹർ, ആ കടലിൽ അങ്ങയുടെ കയ്യിലെ വടി കൊണ്ടടിച്ചോളൂ മൂസ നബിയെ. ഇപ്പോഴല്ലേ കടല് പിളരുന്നത്? അതല്ലേ ബൈബിൾ പുസ്തകം എക്സോഡസ് എന്ന് പറയുന്ന ചാപ്റ്ററാക്കി അതിന്റെ കഥ പറയുന്നത്. ഇസ്രായേൽ മക്കൾ 12,000 ആളുകൾ കടൽ കടന്നുപോയ രംഗം മൂസ നബിയുടെ ഒരൊറ്റ സിഖത്താണ്, മൂസ നബിയുടെ തവക്കുലാണ് അലൈഹിസ്സലാം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത മനുഷ്യന്റെ സെൻസുകൾക്ക് അതീതമായൊരു ലോകം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് കാണാൻ കഴിയുന്നിടത്താണ് മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനാകുന്നത്. കണ്ണുകളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുന്നൊരു ലോകത്തിനപ്പുറം ഈ പരിശുദ്ധമായ സദസ്സിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നിടം. ഉദാഹരണം, സ്വർഗവും നരകവും ഖബറിന്റെ അദാബും ഖബറിന്റെ ലദ്ദത്തും അവിടുത്തെ മുചഅച്ചുമെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, കണ്ണുകൾക്കതീതമായ സെൻസറി ഫാക്കൽറ്റികൾക്കതീതമായ അള്ളാഹുവിന്റെ ഗൈബിയായ ഒരു ലോകം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള കൽബുകൾക്ക് വിശുദ്ധ ഖുർആൻ ഒരു നൂറായി പ്രകാശമായി ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അതൊരു പുസ്തകമാണ്, അവർ വായിച്ചു തീർക്കും. പറഞ്ഞു ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്, ചിലരൊക്കെ പറയാറുണ്ട് അങ്ങനെ. ഇസ്ലാമിലേക്ക് വരണം, പഠിക്കണം, അള്ളാഹുവിനെ അറിയണം എന്നൊരു ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു റീഡിങ് അങ്ങനെ വായിക്കാം. പക്ഷേ ഖുർആനിന്റെ ഹുദ കിട്ടൂല. ഹുദ കിട്ടുന്നവർ നമ്മുടെ കണ്ണുകൾക്ക് അതീതമായൊരു ലോകം മുമ്പിലുണ്ട് എന്ന് കാണുന്നവരാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു യാത്രയെക്കുറിച്ച് ഓർക്കുന്നവരാണ്. അതുകൊണ്ടാണ് സ്വാഹിബൂ മൻ തുദക്കിറുകുമുല്ലാഹ റുഅയതുഹു വമൻ യസീദുകും ഫിൽ അമലി ഖൗലുഹു
വമൻ യുറഗിബുകും ഫിൽ ആഖിറതി അമലുഹു, നിങ്ങൾക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ വേണം, നല്ല നല്ല കൂട്ടുകാർ വേണം, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അവരെ നിങ്ങൾ കൂട്ടുപിടിക്കണം. ആരൊക്കെയാണ് അവരെന്നറിയണേ. മൻ തുദക്കിറുകുമുല്ലാഹ റുയതു, ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നത്? ആരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുവോ അവർ. വമൻ യസീദുകും ഫിൽ അമലി ഖൗലുഹു, ഏതൊരാളിന്റെ വാക്കുകളാണോ നിങ്ങൾക്ക് അമല് ചെയ്യാൻ നിമിത്തമാകുന്നത്? ഏതൊരു പണ്ഡിതൻ, ഏതൊരു ആലിം, ഏതൊരു മുദരിസ്, ആരുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണോ എൻ്റെ അമലുകൾ ഇത്ര പോരാ, എനിക്ക് അമലുകൾ വർദ്ധിപ്പിക്കണം എന്ന് തോന്നുന്നത്? വമൻ യുറഗിബുകും ഫിൽ ആഖിറതി അമലുഹു, ആരുടെ കർമ്മങ്ങൾ കാണുമ്പോഴാണോ, അമലുകൾ കാണുമ്പോഴാണോ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനുള്ളിൽ ആനന്ദം കുറിക്കുന്നത്? ലോകത്തേക്ക് പോകണം, ആഖിറത്തിലേക്ക്, എൻ്റെ റബ്ബിൻ്റെ അരികത്തേക്ക് പോകണം. അങ്ങനെയാണ്. അതിൻ്റെ മസ്റഅത്താണ് ഈ ലോകം. ലോകത്തോട് വിട പറയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന നേരം അല്ലാഹുവിനോട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ അവസാനം മരിക്കുന്ന നേരത്ത് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അലൈഹാ നഹ്യാ വ അലൈഹാ നമൂതു വ അലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞു? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ നാവ് കൊണ്ട് ചൊല്ലണം, ചൊല്ലിയ കൂലി കിട്ടും, ഉറപ്പാണ്. പക്ഷേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is nothing, no one, no deity worthy of worship except Allah. ഇത് അറിയേണ്ട ഒരു ഇൽമാണ്. അല്ലാഹു അങ്ങനെയാണ്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇത് പഠിക്കേണ്ട ഒരു ഇൽമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിക്കേണ്ടതാണ്. നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഒരാൾ വന്നിട്ട് നമ്മൾ രണ്ട് വസ്വാസിൻ്റെ വർത്താനം പറഞ്ഞാൽ നമ്മുടെ അഖീദ ഇളകുമോ? ഒരു നിരീശ്വരവാദിൻ്റെ 2 ഡയലോഗ് കേട്ടാൽ നമ്മുടെ വിശ്വാസം എവിടെ പോകും? പാറ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയോ? കൈഫ ഈമാനുക യാ അമ്മാർ കൈഫ ഖൽബുക, ഖൽബിൽ എങ്ങനെയുണ്ട് അമ്മാറേ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വിശ്വാസം എങ്ങനെയാണ്? മുശ്രിക്കീങ്ങൾ പിടിച്ചുവെച്ചിട്ട് മതം മാറണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ. അവരുടെ ഉപ്പയായ യാസിർ തങ്ങളും ഉമ്മയായ സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഈ ഉമ്മത്തിലെ ആദ്യത്തെ ശുഹദാക്കളിൽപ്പെട്ടവരാണ്. നബിയെ, ഞാൻ കുഫറിലേക്ക് പോയിട്ടില്ല നബിയെ, രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചില എക്സ്ക്യൂസുകൾ പറഞ്ഞു പോന്നിട്ടുണ്ട്. അമ്മാറേ, നിങ്ങളുടെ ഖൽബ് എങ്ങനെയുണ്ട്? മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്, ശാന്തമാണ് നബിയെ എൻ്റെ ഹൃദയം, ഈമാൻ കൊണ്ട് ശാന്തമാണ്, ഈമാൻ കൊണ്ട് ശാന്തമാണ്. നോക്കണേ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ്. സൂറത്തുൻ നഹ്ൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഒരു ഇല കാണുമ്പോൾ, ഒരു ചെടി കാണുമ്പോൾ, ഒരു പക്ഷി കാണുമ്പോൾ, ഒരു മണൽത്തരി കാണുമ്പോൾ, ആകാശലോകങ്ങൾ കാണുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ, ജീവികളെ കാണുമ്പോൾ, ജീവജാലങ്ങളെ കാണുമ്പോൾ, നമ്മുടെ കണ്ണുകൾക്ക് വിഷയീഭവിക്കാത്ത കോടിക്കണക്കിന് ജീവികൾ ഈ എയറിൽ നമ്മുടെ കൺമുമ്പിലൂടെ കളിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ അറിയുമ്പോൾ സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ എത്ര വലിയ പരിശുദ്ധനാണ്, നീ എത്ര വലിയ പരിശുദ്ധനാണ്. അല്ലാഹുവിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നതാണ് ഈ അല്ലാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും. ഏത് സൃഷ്ടിയെയും കാണുമ്പോൾ അല്ലാഹുവേ നിന്റെ സൃഷ്ടിയാണല്ലോ ഇത്, എന്തൊരത്ഭുതമാണല്ലേ, എന്തൊരത്ഭുതമാണല്ലേ.
എല്ലാറ്റിലും ഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അല്ലാഹു ഏകനാണെന്ന് വിളിച്ചറിയിക്കാത്ത എന്താണ് ലോകത്തുള്ളത്? അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഏതിലും എന്തിലും അല്ലാഹുവിലേക്കുള്ള വഴികൾ കാണുന്നവരാണ്, കണ്ടെത്തുന്നവരാണ്. പഴയ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നീ മനുഷ്യരാവാൻ പറ്റുമോ ഇൽമില്ലാതെ? എന്ത് ഇൽമ്? കമ്പ്യൂട്ടറിൽ കീബോർഡ് കളിക്കാനുള്ള ഇൽമാണോ? അല്ല ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൽമ, വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൽമാണോ? ഇൽമ് എന്ന് പറയുന്ന അറിവ് എന്താണ്? നമ്മുടെ സൃഷ്ടാവിനെ അറിയാനും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലാനും ആനന്ദത്തോടെ റബ്ബിന് ശുക്ർ ചെയ്യാനും കഴിയുന്ന അറിവ്. ആ അറിവ് കിട്ടാതെ മരിച്ചുപോയാൽ ഭയങ്കര നഷ്ടമല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ദിക്റുകളിൽ എത്രയോ ശ്രേഷ്ഠമായൊരു ദിക്റാണിത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4 കലിമാത്ത്, 4 വാക്കുകളാണിത്. ഏത് ആദ്യം പറഞ്ഞാലും ഏത് അവസാനം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പോലും തങ്ങൾ പറഞ്ഞു. ഈ 4 കലിമത്തുകളെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്താണ് പറയുന്ന വാക്കുകളുടെ അർത്ഥം? എന്താ അറിയുന്നത്? എത്ര വലിയ ഗൗരവമുള്ള വാക്കുകളാണ്. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, ഒരു ന്യൂനത പോലുമില്ലാത്തവൻ. നമ്മൾ ന്യൂനതയുള്ളവരാണ്. നമുക്ക് ഉറങ്ങണം, വിശ്രമിക്കണം, അത് തന്നെ വലിയൊരു ന്യൂനതയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഉറങ്ങാണ്ടിരിക്കാൻ പറ്റും? ഇപ്പം സമയം ഇങ്ങനെ നോക്കുന്നുണ്ട്, റബ്ബേ 10:45. ഇനിയിപ്പോൾ തങ്ങൾ പാപ്പ വന്ന് 2 വാക്ക് ആശംസയും പറഞ്ഞിട്ടല്ലേ എന്തായാലും പരിപാടി പിരിയുള്ളൂ. ഞാൻ എപ്പോഴാണ് പരിക്കെത്തുക അല്ലേ? എനിക്കൊന്ന് ഉറങ്ങണ്ടേ, ഒന്ന് വിശ്രമിക്കണ്ടേ ആലോചിക്കുന്നുണ്ടാവും. ചിലർ നേരത്തെ ആലോചിച്ചിട്ട് പോയിട്ടുണ്ടാവും. എന്തേ? നമുക്ക് വിശ്രമം വേണം. അല്ലാഹു ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. നോ സ്ലീപ്പ് നോർ സ്ലംബർ വിൽ ഓവർടേക്ക് ഹിം. ഉറക്കമോ തൂങ്ങിയുറക്കമോ അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. യാ അല്ലാഹ്, നമുക്ക് ഉറങ്ങണം, അത് ന്യൂനതയാണ്. സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബിന് ഒരു ന്യൂനതയുമില്ല. റുകൂഇലേക്ക് പോകുമ്പോൾ നമ്മൾ കുനിയുകയാണ്. കുനിയെന്ന് പറഞ്ഞ ഒരു തരം തദല്ലുലാണ്. നമ്മൾ താഴ്ന്നു കൊടുക്കുകയാണ്. എൻ്റെ റബ്ബ് താഴ്ന്നു കൊടുക്കുന്നവനല്ല. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അദീമായ റബ്ബേ, ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. ഞാൻ റുകൂഇന്റെ പൊസിഷനിലാണ് കിടക്കുന്നത്. എന്നാൽ നീ സുബ്ഹാന, നീ എല്ലാറ്റിനും മീതെ റബ്ബേ. നിനക്ക് കുനിയേണ്ട കാര്യം, നീ ആരുടെ മുമ്പിലും തല കുനിക്കൂല റബ്ബേ. സുജൂദിലേക്ക് പോകുമ്പോൾ മനുഷ്യന്റെ അഷ്റഫായ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യന്റെ അവയവമാണ് തല, നെറ്റി, മുഖം. അത് മണ്ണിൽ വെക്കുകയാണ്, മണ്ണിലേക്ക് വെക്കുകയാണ്. കാർപ്പറ്റിലൊക്കെ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടൂല. മണ്ണിലാണ്. ഭൂമിയോളം നമ്മൾ താഴ്ന്നു കിടന്നിട്ടായി തല കുനിക്കണത് എന്ന് ചിലപ്പോൾ തോന്നിക്കൊള്ളണമെന്നില്ല. നമ്മുടെ പള്ളികളൊക്കെ ഉള്ളൊരു ഉഷാറുള്ള പള്ളിയാണ്. കാർപ്പറ്റ് എടുത്ത് മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണത്, നമ്മൾ നടക്കുന്ന സ്ഥലത്താണ് ഈ തല വെക്കണത്, കാല് ചവിട്ടുന്ന സ്ഥലത്താണ് ഈ തല വെക്കണത്. എന്നിട്ട് എന്താ അള്ളാഹുവോട് പറയുന്നറിയോ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അല്ലാഹുവേ, നീ ഏറ്റവും മീതയാണ് റബ്ബേ, ഞാൻ ഏറ്റവും താഴെയാണ്. ഞാൻ മണ്ണിലാണ് കിടക്കണത് റബ്ബേ. നിനക്ക് ഈ ന്യൂനതയില്ല റബ്ബേ. നീ ആരുടെ മുമ്പിലും തലകുനിക്കുന്നവനല്ല. ഞങ്ങൾ നിന്റെ ഇബാദുകളാണ്, നീ ഞങ്ങളുടെ മഅബൂദാണ്. ഞങ്ങൾ താഴെയാണ്, നീ എപ്പോഴും മീതയാണ്. താഴ്ച എന്ന് പറയുന്ന നഖ്സ് അല്ലാഹുവേ നിനക്ക് ബാധിക്കുന്നില്ല. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി. അല്ലാഹുവിനെ പുകഴ്ചയാണ് നമ്മൾ. ഇതൊക്കെ ഖൽബറിഞ്ഞുകൊണ്ട് ചൊല്ലിയാണ്ടല്ലോ നിസ്കാരം കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നൂറിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖൽബിലേക്ക് അതിൻ്റെ അർത്ഥം പോയിട്ട് നമ്മൾ എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക? അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അൽഹംദുലില്ലാഹ്, പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ശുക്ർ. ആ ശുക്റിന്റെ അടിസ്ഥാനം അർഹിക്കുന്നത് റബ്ബേ നീ മാത്രമാണ്. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്തെന്നാൽ പോലും ആ ശുക്ർ പോലും അതിന്റെ യഥാർത്ഥ മുസ്തഹിഖ് അല്ലാഹുവാണ്. മനുഷ്യൻ സഹായിക്കണമെങ്കിൽ ആ സഹായിക്കുന്ന വ്യക്തിയുടെ ഖൽബിൽ സഹായം സ്വീകരിക്കുന്നവനോട് ഒരു റഅഫത്ത് അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുത്തേ മതിയാവും. ഇല്ലെങ്കിൽ ആ കാര്യം നടക്കൂല. നടക്കുമോ? നടക്കൂല.
നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പള്ളിയുടെ പിരിവിനാണ്, സ്ഥാപനത്തിൻ്റെ ആചര്യത്ത് പോയാൽ നടക്കും, റെസിറ്റ് ബുക്ക് എടുത്ത് പോകും, മൂപ്പരിപ്പോൾ ഒന്നും കൊടുത്തില്ല എന്ന് വരും. എന്തേ? ആ മനുഷ്യൻ്റെ ഖൽബിൽ ഇടപെടുന്നത് അള്ളാഹുവാണ്. ആ ഇടപെടലിന് ആ മനുഷ്യൻ്റെ ഖൽബിൻ്റെ ഹൃദയവിശുദ്ധി അതിന് കാരണമാണ്. പക്ഷെ റബ്ബിൻ്റെ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടില്ലേ, കാര്യം നടക്കൂല. അതുകൊണ്ടാണ് ശുക്റായ ശുക്ർ മുഴുവനും അർഹിക്കുന്നത് അള്ളാഹുവിനാണ്. മനുഷ്യനോട് പറയുന്ന നന്ദി പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദിയാണ്. ലം യഷ്കുരില്ലാഹ മൻ ലം യഷ്കുരിന്നാസ്. ജനങ്ങളോട് നന്ദി പറയാത്തവൻ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞിട്ടില്ല. ആ നന്ദി അള്ളാഹുവിന് അർഹിക്കുന്നതാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, പരമമായ മനുഷ്യന്റെ ബഹുമാനവും ആദരവും, മനുഷ്യന്റെ ഇബാദത്തും എല്ലാ സുജൂദും, എല്ലാ തരത്തിലുമുള്ള പരമമായ മനുഷ്യന്റെ വിധേയത്വം അതർഹിക്കുന്ന കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവനായ ഈ ലോകത്ത് അങ്ങനത്തെ പടച്ചവനെ നീയാണ്, നിന്റെ പേരാണ് അല്ലാഹ് എന്നും അഷ്റഫുൽ ഖൽഖ് തങ്ങളും അംബിയാവും പഠിപ്പിച്ചു തന്നത്. ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇത് മനുഷ്യന്റെ മനസ്സിൽ ഫിത്രത്തിന്റെ ഭാഗമാണെന്നാണ്. ഫിത്രത്താണിത്. ബൈ നേച്ചർ ഹ്യൂമൻ ബീയിങ് ഈസ് എ ബിലീവർ. അതാണ് ഞങ്ങൾ ഫിത്രത്തിന്റെ ഹദീസ്. അതാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഒരുപാട് വാക്കുകളിൽ ഹദീസ് വന്നിട്ടുണ്ട്. അതിൽ ഒരു റിവായത്ത് ഇങ്ങനെ, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്വിറാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുശ്രികാനിഹി. മുസ്ലിമാക്കുക എന്ന് പറഞ്ഞിട്ടില്ല, മാതാപിതാക്കളാ മുസ്ലിമാക്കണത് അല്ല, അത് അസ്ലാണ്. അവൻ്റെ ഉമ്മയോ വാപ്പയോ അവൻ്റെ പരിസരങ്ങളോ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ ആണ് ഒരു മനുഷ്യനെ, ഒരാളെ മറ്റു മതവിശ്വാസിയായി മാറ്റുന്നത്. അവരുടെ ബൈ ഡിഫോൾട്ട് ഏകനായ ഒരു പടച്ചവനെ അംഗീകരിക്കാനുള്ള പക്വതയിലും വ്യക്തതയിലും ക്ലാരിറ്റിയിലുമാണ്, ശുദ്ധതയിലുമാണ് ഓരോ കുഞ്ഞും ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ആരുമില്ലാതെ, ഒരു മദ്രസ സ്കൂളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി, ഒരു ദ്വീപിൽ കൊണ്ടുപോയി വളർത്തി എന്ന് ഇരിക്കട്ടെ. അള്ളാഹുവിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ദീനിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സങ്കല്പിക്കുക, അങ്ങനെ ഒരു കുട്ടി താനേ വളർന്നാൽ പ്രായപൂർത്തിയെത്തുന്നതോടുകൂടെ, ചിന്ത പുരോഗമിക്കുന്നതോടുകൂടെ ആ കുട്ടിക്കറിയാം ഈ പ്രപഞ്ചം, ഇതിനൊരു ലക്ഷ്യമുണ്ട്, ഇതുണ്ടാക്കിയ ആൾ ഒന്നാണ്, അള്ളാഹുവാണ് പേരെന്ന് പറഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഒരു പടച്ചവനെ ഉണ്ടാവാൻ പറ്റും, രണ്ടാള് പറ്റില്ല, ഒന്നേ ഒന്ന്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൻ്റെ അതില്ലത്തുകളിൽ ഒന്ന് ഫിത്രത്താണ്, രണ്ടാമത്തേതാണ് തമാനു, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. അടുത്തതാണ് തസ്ഖീർ, സർവ്വ വസ്തുക്കളെയും അള്ളാഹു തസ്ഖീർ ചെയ്ത്. ഈ മൂന്ന് ദലാലത്തുകളാണ് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും ആദ്യത്തേത് ഫിത്രത്താണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസർച്ച് ഹെഡാണ് ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റ്. അദ്ദേഹത്തിൻ്റെ 10 കൊല്ലം നടത്തിയ പഠനത്തിൻ്റെ റിസൾട്ട് ഈ അടുത്ത കാലത്താണ് പബ്ലിഷ് ചെയ്തത്. പക്ഷെ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, പക്ഷേ അദ്ദേഹം സയൻറ്റിസ്റ്റാണ്. ഡോക്ടർ ജസ്റ്റിൻ ബാരറ്റ് അദ്ദേഹത്തിൻ്റെ പഠനം അവസാനിപ്പിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ? ഈ ഫിത്രത്തിൻ്റെ കാര്യം. അദ്ദേഹം പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെയല്ല, കുട്ടികളെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ജന്മന അവർക്കറിയാം ഈ പ്രപഞ്ചത്തിന് there is a genuine purpose. ഈ പ്രപഞ്ചത്തിന് ഒരു മാന്യമായ ഒരു ലക്ഷ്യം ഈ പ്രപഞ്ചത്തിനുണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ല. പിന്നെ and there is a creator. ഇതിനെ ഉണ്ടാക്കിയ ഒരു ഖാലിഖുണ്ട്. ഖാലിഖിൻ്റെ പേര് ഇപ്പോൾ എന്തോ ആവാം, പക്ഷെ അവർ പേരൊന്നും വിളിച്ചോണമെന്നില്ല. ഇതിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. കുട്ടികളുടെ ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടാണ് വരുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അത്ഭുതമാണത്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഇതാണ് ഫിത്രത്ത്. അല്ലാഹു ഇൽഹാം ചെയ്തതാണ് ഓരോ നഫ്സിനും. ഷർറിൻ്റെയും ഖൈറിൻ്റെയും ബേസിസ്, അതിൻ്റെ അസാസ് എല്ലാ കുട്ടികൾക്കും അറിയുന്നു. അതിനെ പരിപോഷിപ്പിക്കാനാണ് ശരീഅത്ത് വന്നത്, അതിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ ഏറ്റവും വലിയവനാണ്. പടച്ചവനെ, നിന്റെ വിഷയമാണ് ഏറ്റവും വലുത്. അള്ളാഹിൻ്റെ ഇസ്മുൽ അല്ലാഹുവിന് അക്ബർ എന്ന് പറഞ്ഞ ഇസ്മില്ല.
അബ്ദുൽ അക്ബർ ഉണ്ടാവില്ല, അബ്ദുൽ കബീറേ ഉണ്ടാവുള്ളൂ. അള്ളാഹു കബീറാണ്. അവിടെ അക്ബർ കബീറൻ അല്ലാതെ ആരാ? അള്ളാഹു അല്ലാത്ത സർവ്വതും സഗീറല്ലേ. പിന്നെ അള്ളാഹിനെ പറ്റി അക്ബർ പറഞ്ഞു, അള്ളാഹ് കബീറാണ് മതി, ബാക്കിയൊക്കെ സഗീറാണ്. അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോൾ കബീർ എന്ന് പറയാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അക്ബറില്ല, എന്തേ ഉള്ളൂ? കബീറേ ഉള്ളൂ. പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അംറുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ വിഷയങ്ങളിൽ ഏറ്റവും വലുതാണ്. നമ്മുടെ ജോലി തിരക്ക്, നമ്മുടെ ടെൻഷൻ, നമ്മുടെ കുടുംബം, നമ്മുടെ യാത്ര, നമ്മുടെ വീട്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിശപ്പ്, ദാഹം, ഇതിനേക്കാളൊക്കെ വലുതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ വിഷയം ഏറ്റവും വലുതാണ്. ഇത് മനസ്സുകൊണ്ട് നാവുകൊണ്ട് അർത്ഥമറിഞ്ഞ് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്നൊരു സാമീപ്യമുണ്ട്, ഒരടുപ്പമുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഹബീബായ നബി തങ്ങൾ വഫാത്താകുമ്പോൾ എന്താ പറഞ്ഞത്? അവസാന വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല തങ്ങൾ പറയുന്നത്. തങ്ങളത് പഠിപ്പിക്കാൻ വന്ന നബിയാണ്, തങ്ങൾ അതിലും മീതയാണ്. തങ്ങൾ എന്താ പറഞ്ഞത് അവസാനം? ബലിർ റഫീഖൽ അഅ്ലാ, അല്ലാഹുവേ നിന്റെ ഉന്നതമായ സാമീപ്യം എനിക്ക് വേണം. ഇത് 3 തവണ പറഞ്ഞുകൊണ്ട് പുണ്യ നബി വഫാത്തായത്. നമ്മൾ പറയേണ്ടത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നമ്മൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്, അല്ലാഹു നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ഞങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങൾ മഹദിയുടെ വഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത മാ ബൈന നഹരി വഹിജ്രി, എൻ്റെ മടിത്തട്ടിൻ്റെയും എൻ്റെ കഴുത്തിൻ്റെയും ഇടയിൽ കിടന്നുകൊണ്ടല്ലേ ഹബീബ് വഫാത്തായത്. അത്രത്തോളം വലിയൊരു മഹത്വം ആർക്കാണ് അവകാശപ്പെട്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദിയുടെ ഫളായിലുകൾ, മഹദി തന്നെ അഭിമാനം പറയുന്ന വാക്കാണത്. എൻ്റെ ഹബീബിൻ്റെ മടിയിൽ കിടന്നല്ലേ വഫാത്തായത്. അവിടുത്തെ അവസാന നേരം ഹബീബിൻ്റെ വായിലേക്ക് ചേർന്നത് എൻ്റെ ഉമ്മിനീരാണ്. എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ, അബ്ദുറഹ്മാൻ എന്ന എൻ്റെ സഹോദരൻ മിസ്വാക്ക് കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് തങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ വേണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ കണ്ണുകൊണ്ട് വേണമെന്ന് പറയുകയും അത് ഞാൻ നബി തങ്ങൾക്ക് വേണ്ടി എൻ്റെ വായിലിട്ട് ഒന്ന് പരുവപ്പെടുത്തി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കൊടുത്തപ്പോൾ എൻ്റെ വായിലെ ഉമിനീര് ഹബീബിൻ്റെ ആ വായിലേക്ക് ഈ ബ്രഷിലൂടെ, മിസ്വാക്കിലൂടെ, സിവാക്കിലൂടെ ഹബീബിൻ്റെ വായിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന് അഭിമാനം പറഞ്ഞിട്ട് ബീബി പറയുന്ന അവസാനം ഹബീബായ നബി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ബലിർ റഫീഖൽ അഅ്ലാ, ബലിർ റഫീഖൽ അഅ്ലാ, ബലിർ റഫീഖൽ അഅ്ലാ. അറിവുകളുടെ, ജ്ഞാനങ്ങളുടെ ഏറ്റവും വലിയ അറിവാണ് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുന്ന അറിവ്. അറിവുകളുടെ ഏറ്റവും വലിയ സമറത്താണ് പടച്ചവനിലേക്ക് അടുക്കാൻ പറ്റുക എന്നത്. അള്ളാഹുവേ എനിക്കതല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്റെ ഉന്നതമായ സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് മറ്റെന്തോ ഒരു ഖിയാർ അവിടെ നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് അവിടെ ചോദ്യം വരും. കാരണം ബൽ അല്ല, എനിക്ക് അതല്ല വേണ്ടത്. ഈ ദുന്യാവിൽ നബിയെ, ഈസ നബിയെ ഞാൻ ജീവിപ്പിച്ച പോലെ, ഖിദർ നബി അലൈഹിസ്സലാമിനെ ജീവിപ്പിച്ച പോലെ, അലാ അഷ്ഹരിൽ അഖ്വാൽ, അമ്പിയാക്കന്മാർക്ക് മരണം വരെ, മരണം സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ആയുസ് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമല്ലോ. നബിയെ ഞാൻ അങ്ങേക്ക് ഒരു ദീർഘായുസ് തന്നോട്ടെയോ? ഇവിടെ തന്നെ നിൽക്കുന്നോ, മദീനത്ത് നിൽക്കുന്നോ നബിയെ? ആരോഗ്യം ക്ഷയിക്കാതെ, രോഗം വരാതെ, വാർദ്ധക്യം തളർത്താതെ ഖിയാമത്ത് നാൾ വരെ അങ്ങേക്ക് അധികാരവും സമ്പത്തും നുബുവത്തും നിലനിർത്തി ഞാൻ തരാം. അതെല്ലാം അങ്ങ് എൻ്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ എന്ന് അസ്വാദിഖുൽ മസ്ദൂഖിനോട് ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിൻ്റെ മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഇഖ്തിയാറിൻ്റെ ഹദീസുകളുണ്ടല്ലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞതൊക്കെ. ബലിർ റഫീഖൽ അഅ്ലാ, ഇല്ല റബ്ബേ ഇല്ല, ഞാൻ റബ്ബേ അങ്ങയുടെ അരികത്തേക്ക് വരികയാണ്, ഞാൻ അല്ലാഹുവേ അങ്ങയുടെ സാമീപ്യത്തിലേക്ക് വരികയാണ്. ബലിർ റഫീഖൽ അഅ്ലാ. അല്ലാഹുവിനെ പറ്റി നീ എന്ന് പറയാതെ രക്ഷപ്പെടാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ്. എന്നാൽ ഒരു പ്ലൂരാലിറ്റിയോ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിന് എതിര് വരുന്ന വാക്കുകളോ ആവും ചെയ്യരുത്. അടച്ചോ നീ എന്നൊക്കെ പറയാം, നമ്മൾ ചെറിയ ചെക്കന്മാരോട് പറയണ പോലെ അള്ളാഹിനോട് പറയാണ്. അല്ല, അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോകൂലേ? അള്ളാഹു ഒന്നല്ലേ?
അപ്പോൾ പിന്നെ നീ എന്ന് പറയാനേ വകുപ്പുള്ളൂ. പക്ഷെ ആ പറയുമ്പോഴേ കൽബിനുള്ളിൽ ഭയങ്കര പേടി വേണം. നീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുള്ളവരോട് നീ എന്ന് പറയുന്ന പോലെ അള്ളാഹുവിനോട് പറയാൻ അത്രക്ക് നമ്മൾ ധൈര്യമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടുണ്ടോ എന്നറിയില്ല. പുണ്യ നബിയോട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഖാലിഖായ റബ്ബിനോട് പറയാം? മനസ്സിൽ ഭാഷയ്ക്ക് പരിമിതി ഉണ്ട്. അള്ളാഹുവിനെ കുറിച്ച് എന്താ അവൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ഹീ എന്ന് പറയും. കുട്ടികൾ ചോദിക്കും അള്ളാഹ് ആണായിട്ടാണോ, അള്ളാഹ് മാസ്കുലിനാണോ? അല്ല. പിന്നെ ഭാഷയ്ക്ക് അത്രേ പരിമിതിയുള്ളൂ. അള്ളാഹിനെ പറ്റി ഷീ എന്ന് പറയാൻ പറ്റുന്നത് പെണ്ണുങ്ങൾക്ക് പറയാം. ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. അതും ഇറ്റ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത അള്ളാഹ് ഹയ്യുൻ ഖയ്യൂമ. പിന്നെ ആകെ ഒരു വകുപ്പുള്ളത് ഹീ എന്ന് പറയാനാണ്. എന്നല്ലാതെ അള്ളാഹു മാസ്കുലിനായതുകൊണ്ട്, അള്ളാഹു ദഖറായതുകൊണ്ടല്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? അള്ളാഹു തആല റബ്ബ് തആലയെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. പടച്ചവനെ അവിടുത്തെ സാമീപ്യം എനിക്ക് നൽകണമേ എന്ന് 3 തവണ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇവിടെ പറയുന്നത്. ബലിർ റഫീഖൽ അഅല. ജീവിതത്തിൻ്റെ ഒരു അവസാനം നോക്കി നിങ്ങൾ. ഇഖ്റ, വായിക്കണേ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച നുബുവത്ത് റഫീഖുൽ അഅല കൊണ്ട് അവസാനിക്കുകയാണ്. വായന എത്തിച്ചേരേണ്ടത് റഫീഖുൽ അഅലയിലേക്കാണ്. നമ്മുടെ ഇൽമ് എത്തിച്ചേരേണ്ടത് അങ്ങോട്ടാണ്. നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ കൂടിയിരുത്തങ്ങളും നമ്മുടെ ജാഥകളും നമ്മുടെ പ്രകടനങ്ങളും ഇതൊക്കെ റഫീഖുൽ അഅലയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നതാകണം. അതിനാണ് ഇഖ്റ കൊണ്ട് തുടങ്ങി റഫീഖുൽ അഅല കൊണ്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ ഭാര്യയുടെ ചരിത്രം നമ്മൾ കേൾക്കുന്നവരാണ്. വാ കർബാ വാ കർബാ വാ വഹ്ശതാ. എൻ്റെ ബിലാലേ, അങ്ങയുടെ മരണം കൊണ്ട് വരാൻ പോകുന്ന ശൂന്യതയും വിഷമവും വേദനയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഷാമിൽ കിടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വാ തുറബാ, എൻ്റെ ആനന്ദമേ, എൻ്റെ സന്തോഷമേ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹബ. നാളെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോകുന്നത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വസഹബഹു, അവിടുത്തെ അനുയായികളെയും നാളെയല്ലേ ഞാൻ മരിച്ചു ചെന്നാൽ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷമേ, എൻ്റെ വിഷമമേ എന്ന് ഭാര്യ പറയുമ്പോൾ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞിട്ട് മരിക്കുകയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. ജീവിതത്തിന് 100 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെയല്ലേ കൊടുക്കേണ്ടത്? അതല്ലേ വിജയം. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരു ഹദീസ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിയ്യത്ത് ബിദായത്താണ്, തുടക്കമാണ്. ഖാത്തിമത്തതിൻ്റെ അവസാനമാണ്. ഒരു ജീവിതത്തിൻ്റെ, ഒരു കർമ്മത്തിൻ്റെ, അമലിൻ്റെ അവലും ആഖിറും നന്നാവണം. അവൻ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കലി നന്നാവും. അതൊരു തഫാഉലാണ്. അവലും ആഖിറും നന്നാവുമ്പോൾ ഇടയ്ക്ക് എന്തായാലും നന്നാവണമല്ലോ. അതുകൊണ്ടാണ് കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് അതിൻ്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് വുദു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തതല്ലേ? മഹാനവറുകളോട് ചോദിച്ചത് സല്ലി, കഅബേ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾ വെളിയിലിരിക്കാൻ വേണ്ടി പോകുമ്പോൾ തങ്ങൾക്ക് വൃത്തിയാവാനുള്ള വെള്ളം കൊണ്ടുപോയി വെക്കും. പക്ഷേ മഹാനവർ വുദുവിൻ്റെ വെള്ളം കൂടെ കൊണ്ടുപോയിച്ചു കൊടുത്തു. ഒരൽപ്പം ഏറെ ഖിദ്മത്ത് ചെയ്തപ്പോൾ തങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഖിദ്മത്തിന് നബി തങ്ങൾ കൊടുത്ത സമ്മാനമാണ്. കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് വേണ്ടത് ചോദിച്ചോളൂ. എന്താ മഹാൻ പറഞ്ഞത്? വല്ലാത്ത ബുദ്ധിയായിരുന്നു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. അങ്ങിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികത്തല്ലേ? പിന്നെ റബ്ബിൻ്റെ അരികത്ത് അങ്ങുണ്ടാവും, അങ്ങയുടെ കൂടെ ഞാനുണ്ടാവും. എനിക്ക് അള്ളാഹുവിൻ്റെയും അങ്ങയുടെയും സുഹ്ബത്ത് കിട്ടുമല്ലോ. ആസിയ ബീവി ചോദിച്ചത് അത് തന്നെയാണ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, സ്വർഗത്തിൽ വീട് വേണമെന്നല്ല ചോദിച്ചത്. പടച്ചോനെ, നിന്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്ന വിധം നമ്മളതിനെ മനസ്സിലാക്കണം എന്നാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പോൾ ചോദിച്ചു നബി തങ്ങൾ, അവ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും വേണോ?
അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നോക്കണേ, അന്ന് ജനങ്ങൾ ഹബീബായ നബി തങ്ങളോട് വസ്ത്രം വേണം, തുണി വേണം, അന്നം വേണം, ഒട്ടകം വേണം, ആട് വേണം എന്ന് ചോദിക്കുന്ന കാലമായിരുന്നു. അങ്ങനത്തെ കാലം, ദുന്യാവ് ചോദിക്കുന്ന കാലം. ചില ആളുകൾ അങ്ങനെ ചോദിച്ചത്. ഒരു നാട്ടുകാരൻ ചെന്ന് പുണ്യ നബി തങ്ങളെ കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തറിയില്ലേ, ഇദ്ഹബൂ ഇലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് പോയിക്കോളൂ ജനങ്ങളെ, ഫഇന്നഹു യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ, ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ നബി തങ്ങൾ കൊടുക്കുന്നത് എനിക്കൊരുപാട് കിട്ടി. 2 മലകൾക്കിടയിലുള്ള താഴ്വരയിലെ ഗനമ്, ഒട്ടക, ആട്ടിൻ പറ്റങ്ങളെ കാണിച്ചത് ഖുദ്ഹ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ആൾ മുസ്ലിം പോലും അല്ല. അപ്പോൾ മുപ്പര് നാട്ടുകാരോട് ചെന്ന് പറയാം, പൊന്നാര ചങ്ങായിമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പോയിക്കോളി. മുഹമ്മദ് നബി കൊടുക്കുന്നത് യുഅതി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ ഔ യഖ്ശൽ ഫാഖ, 2 വരികളിൽ കാണാം. ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ നബി തങ്ങൾ കൊടുക്കണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ അന്ന് അത് ചോദിക്കുന്ന കാലമാണ്. ആ സമയത്താണ് ഒരു കുപ്പായ തുണി പോലും ചോദിക്കാതെ കഅബ് ഇബ്നു മാലിക് എന്നവർ ചോദിക്കുന്നത്, നബിയേ, മരണം കഴിഞ്ഞ് മഹ്ശറ കഴിഞ്ഞ് ഹിസാബ് കഴിഞ്ഞ് സ്വർഗലോകത്തേക്ക് എത്തണമെന്ന് കൊതിക്കുന്ന ഞാന് നബിയെ അങ്ങയോട് ചോദിച്ചോണു തരാമെന്നൊരു വാഗ്ദാനം കേൾക്കുമ്പോ ഏറ്റവും നല്ല ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? എത്ര വലിയ ബുദ്ധികൂർമ്മതയാണിത്. അതുമാത്രം മതി നബിയെ, എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല, അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റണം, അതാണ് എൻ്റെ ആഗ്രഹം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സലുല്ലാഹൽ ഫിർദൗസൽ അലാ, അല്ലാഹുവിനോട് അസ്അലുല്ലാഹ ശഅസന അലി, മൂസ നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിനോട് ഞാൻ എൻ്റെ ചെരുപ്പിന്റെ വാറ് ചോദിക്കാറുണ്ട്, ചെരുപ്പ് പൊട്ടിയാൽ പടച്ചവനെ ചെരുപ്പ് വേണം. അല്ലാഹുവിനോട് ഞാൻ ചോദിക്കും. പടച്ചവനോട് തന്നെയാണ് ഇളാമുൽ ഉമൂർ, വലിയ വലിയ കാര്യങ്ങളും ചോദിക്കുക. തങ്ങൾ പറ, അള്ളാഹുവിനോട് നിങ്ങൾ ചെരുപ്പിന്റെ വാറ് ചോദിച്ചോളൂ, കുഴപ്പമില്ല. അള്ളാഹുവിനോട് സ്വർഗവും ചോദിക്കണം. ഏത് സ്വർഗം? ജന്നത്തുൽ ഫിർദൗസ്. സലുല്ലാഹൽ ഫിർദൗസൽ അലാ ഫഇന്നഹു അഅലൽ ജന്നതി വവസതു വഫൗഖഹു അർശുർ റഹ്മാൻ. അള്ളാഹുവിനോട് ചോദിക്കണമേ ജന്നത്തുൽ ഫിർദൗസ്. കാരണം ആ ജന്നത്തുൽ ഫിർദൗസ് ആണ് സ്വർഗത്തിന്റെ മധ്യം, അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്നത്. അതിന്റെ മീതെയാണ് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. ആ അർശിന്റെ താഴെയാണ് ജന്നത്തുൽ ഫിർദൗസ്. അത് കിട്ടണമെന്ന് റബ്ബിനോട് ചോദിക്കണം. നമ്മളോട് പോലും തങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഹളറത്ത് എന്ന ആ ഒരു ഖുർബ്, പടച്ചതമ്പുരാന്റെ അരികത്തെത്തുക എന്ന ആ ഒരു ചിന്ത കൽബിലേക്ക് ഇങ്ങനെ തരാൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളായാൽ ബലഹീനരാണ്. ഗിനാന ഫഖ്റുന ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിലേക്ക് ദാരിദ്ര്യപ്പെടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. നമ്മുടെ സമ്പാദ്യം സത്യത്തിൽ ഫഖറാണ്, ദാരിദ്ര്യമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ദാരിദ്ര്യപ്പെടുന്നത്, പടച്ചോനെ ഞാൻ ഫഖീറാൻ, ഇന്നി ഫഖീറുൻ ഇലൈക്, ഞാൻ ഫഖീറാണ് റബ്ബേ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ദില്ലച്ച്. ഇപ്പൊ ദ്വാരക്കുമ്പോൾ നോക്കുക, ഒരു ആവശ്യമില്ലാത്ത ആൾക്കാർ ദ്വാരക്കൂലല്ലോ. ഇഷ്ടം പോലെ അള്ളാഹു സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുക, സമ്പത്തിനേക്കാളും വലുത് ആരോഗ്യമായിരിക്കും. അവരും ദ്വാരക്കാരൊന്നും വല്ലായിരിക്കില്ല. പടച്ചോനെ കടം വീട്ടണേ എന്ന് ദ്വാരക്കുമ്പോൾ എനിക്ക് കടമൊന്നുമില്ലല്ലോ, ഞാൻ ഇപ്പം എന്തിനാ ആമീൻ പറയേണ്ടത്? പടച്ചോനെ അസുഖം മാറ്റിത്തരണേ പടച്ചോനെ, എനിക്കിപ്പോൾ ഒരു അസുഖമല്ലല്ലോ, ഞാൻ എന്തിനാ ഇപ്പം ഇതിന് ആമീൻ പറയേണ്ടത്? പടച്ചോനെ വീടില്ലാത്തൊരു വീട് കൊടുക്കണം, എനിക്ക് വീടൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്തിനാ ഇപ്പം ഇതിന് ആമീൻ പറയേണ്ടത് എന്ന് ചിന്തിച്ച് എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥ ആലോചിച്ച് ഒന്നും ചോദിക്കാനില്ല. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും നല്ല നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്ന ഗിന, ഐശ്വര്യം, നമ്മൾ പടച്ചോന്റെ മുമ്പിൽ എനിക്കൊന്നുമില്ല റബ്ബേ നീ എനിക്ക് താ എന്ന് റബ്ബ് തആലയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ഒരു തദല്ലുലാണ് നമ്മുടെ ഗിന, അതാണ് നമ്മുടെ ഐശ്വര്യം. നമ്മൾ അള്ളാന്റെ മുമ്പിൽ ചെറുതാവുന്നതാണ് നമ്മൾ വലുതാവുന്നത്. മനുഷ്യന്മാരുടെ മുമ്പിൽ വലുതാവുന്നതല്ല, അള്ളാന്റെ മുമ്പിൽ ചെറുതാവുന്നതാണ്, അതാണ് നമ്മുടെ വലുപ്പം. പടച്ചതമ്പുരാനോട് നമ്മൾ ദാരിദ്ര്യപ്പെടുന്നതാണ് അള്ളാഹു നൽകുന്ന ഐശ്വര്യം. ഇത് തിരിച്ചറിയേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഇൽമും അറിവും ജ്ഞാനവും ആ ഒരു ഖുർബിലേക്ക് നമ്മെ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖുതൈബത്ത് ബിൻ മുസ്ലിം അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ടെന്റിനിടയിലൂടെ നടന്നുപോയി ഇങ്ങനെ നോക്കുമെന്നാണ്. ഒരു മനുഷ്യനെയാണ് മഹാൻ നോക്കുന്നത്.
ആ മനുഷ്യൻ എന്തു ചെയ്യുന്നു എന്നറിയാൻ. ആ മനുഷ്യനെ കണ്ടിട്ടേ ഖുതൈബ തങ്ങൾ പോയിട്ട് കിടന്നുറങ്ങുള്ളൂ. താബിഈയായ മഹാൻ, താബിഈങ്ങളുടെ സാദാത്തുക്കളിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മനസ്സിന് കാഠിന്യമോ ഇബാദത്തിന് താല്പര്യക്കുറവോ, നമ്മൾ വിചാരിക്കുന്ന താല്പര്യക്കുറവല്ലട്ടത്. 100ഉം 200ഉം റക്അത്തൊക്കെ നിസ്കരിക്കുമ്പോൾ 150 ചുരുങ്ങിയിട്ടുണ്ട്, അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇബാദത്തിൻ്റെ ഒരു ലദ്ദത്ത്, ആനന്ദം കുറയുകയോ ചെയ്താൽ യൂനുസ് ബിൻ ഉബൈദ് തങ്ങൾ, മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ, ഇവരൊക്കെ പറയാം ഞങ്ങൾ മുഹമ്മദ് ബിൻ വാസിഅ തങ്ങളുടെ മുഖം കാണാൻ വേണ്ടി പോകും. എവിടെയെങ്കിലും ദൂരെ ഇങ്ങനെ നിന്നിട്ട് ആ മഹാൻ്റെ മുഖം കണ്ടാൽ ആഴ്ചകളോളം ഞങ്ങൾക്ക് ഇബാദത്തിന് ആവേശം ഉണ്ടാകുമായിരുന്നു. എന്തൊരു പോസിറ്റീവ് വൈബ്. അങ്ങനത്തെ മഹാനാണ് മുഹമ്മദ് ബിൻ വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അൽഹംദുലില്ലാഹ്. ഫാത്തിഹയുടെ ശമനതാളം നിറയുന്ന പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിന്റെ നായകൻ, മലയാളത്തിന്റെ മാനവികതയുടെ മഹനീയ സ്ഥാനം, നീറുന്ന നോവുകളുമായി നാട്ടുഗ്രാമങ്ങളിൽ നിന്നും നനഞ്ഞ കണ്ണുകളുമായി എത്തുന്ന മനുഷ്യരുടെ മുന്നിൽ നന്മയുടെ നിറനിലാവ് പോലെ സാന്ത്വനം പകരുന്ന വർത്തമാനകാലത്തിന്റെ നായകൻ, അമീറുൽ ഉമ്മ, സയ്യിദ് സാദ, സുൽത്താനുൽ ഖാദ, മിഷ്കാത്തുൽ ഉമ്മ, ബദറുൽ ഹിന്ദ്, അർറായിദുദ്ദീനിയ വസ്സിയാസിയ, കടലുണ്ടിപ്പുഴയിൽ മുത്തമിട്ട് പരന്നൊഴുകുന്ന ഇളം കാറ്റി വാഴ്ത്തിപ്പാടുന്ന സൽഗുണ സമ്പന്നമായ കൊടപ്പനക്കൽ തറവാട്ടിലെ നായകൻ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മദീന ഗാർഡനിലേക്ക് ഇതാ കടന്നു വരികയായി. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അഭിമന്യനായ നായകൻ, ഈ ഉമ്മത്തിന്റെ നായകൻ, അമീറുൽ ഉമ്മ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ പയ്യക്കി ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി 16ാം വാർഷിക സന്നദ്ധാന മഹാസമ്മേളനത്തിലേക്ക് ഇതാ കടന്നു വരികയായി. وجب شكر علينا ما دعا لله طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم. പ്രിയപ്പെട്ടവരെ, ദൂരെ നിൽക്കുന്ന എല്ലാവരും വന്ന് സദസ്സിലിരിക്കണമെന്ന് അറിയിക്കുന്നു. അതേപോലെ എല്ലാ അൻസാരികളും വന്ന് നിങ്ങൾക്ക് സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ വന്നിരിക്കണമെന്ന് കൂടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ വന്നിട്ടുള്ള കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ട്രഷറർ ബഹുമാനപ്പെട്ട മുനീർ ഹാജി, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ അൻസാരികളും നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി ഇരിപ്പിടത്തിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ സദസ്സിൽ വന്നിരിക്കണമെന്ന് സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും ആശിച്ചുകൊണ്ടിരുന്ന സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട പാണക്കാടിലെ നാം എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് എപ്പോഴും
ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലെങ്കിലും നമുക്ക് വരണമെന്ന് പറഞ്ഞ് ആശിച്ച് കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദ് ഒന്നാമൻ്റെ ഉറൂസിനൊക്കെ ക്ഷണിച്ചിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് നമ്മുടെ സയ്യിദുൽ ഉലമയും അതേപോലെ സ്വാദിഖ് ശിഹാബ് തങ്ങളും ഈ പരിപാടിയിൽ ഒത്തുചേർന്നതിൽ വലിയ സന്തോഷിക്കുന്നു. ഈ നാട്ടിലെ ആളുകൾ അതേപോലെ സാദാത്യങ്ങളെ അഭിമാനികളായ ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് സയ്യിദ് അവറുകൾക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇപ്പോൾ സയ്യിദ് അവറുകളെ നിർത്തിയിട്ട് കൂടുതൽ പറയാനില്ല. ഏതായാലും ബഹുമാനപ്പെട്ട സിംസാറുൽ ഹക്ക് ഉദവിൻ്റെ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണർത്തുന്നത് നമ്മുടെ പള്ളി 2 നില ആയത് അത് ഈ നാട്ടിലെ കുറച്ചാളുകളും അതേപോലെ ബഹ്റൈനിൽ നിന്നും സൗദിയിൽ നിന്നുമുള്ള ഒരുപാട് നമ്മളെ സ്ഥാപനത്തിന് സഹായിക്കുന്ന ആളുകൾ അവരുടെ സഹായം കൊണ്ടാണ് ആ പള്ളി നമുക്ക് പുനർനിർമ്മാണം നടത്താൻ സാധിച്ചത്. പള്ളി ഒരാൾ എടുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും ചുറ്റുഭാഗത്ത് ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് ഞാനും ദാരിമി ഉസ്താദ് ഒരുപാട് ആളുകളെ കാണാൻ വേണ്ടി പോയപ്പോഴൊക്കെ പറഞ്ഞത് എൻ്റെ കയ്യിലൊരു പള്ളി ഉണ്ടായിരുന്നു ഉസ്താദ്, പക്ഷേ ഞാനത് കൊടുത്തുപോയി എന്നാണ്. എവിടെ പോയാലും പള്ളി കൊടുത്തുപോയി. അപ്പോൾ ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചത് പറഞ്ഞാൽ പടച്ചോന് എല്ലാവരെ സഹായം കൊണ്ടായിരിക്കും അതുവരെ പുനർനിർമ്മാണം ഉണ്ടാക്കാൻ വേണ്ടി അള്ള കണക്കാക്കിയെന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞല്ലോ സയ്യിദുൽ ഉലമ കുട്ടിയടിച്ചിട്ട് ഒരു 2-3 മാസം ഒന്നായി. അല്ല ഉസ്താദ് 3 മാസമായ പള്ളിക്ക് 3 മാസം ആയ ആ പള്ളി നിങ്ങൾ കാണുന്നുണ്ടാവും. അൽഹംദുലില്ലാഹ് എന്ത് സന്തോഷത്തിൻ്റെ ഒരു പള്ളിക്ക് വേണ്ടി ഒരാൾ സഹായിച്ചാൽ അതിന് അള്ള എന്താണോ അതിന് കൂലി കണക്കാക്കിയത് അത് അല്ലാഹു തആല ഇതുവരെ സഹായിച്ച ആളുകൾക്ക് നൽകുമാറാകട്ടെ. ഇനി പറയാനുള്ളത് അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നടക്കാനുണ്ട്. ആകട്ടെ ഉസ്താദിനെ അല്ലാഹു ഖബൂലിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ കുമ്പോല് സാദാത്യങ്ങളെ എപ്പോഴും സ്നേഹിച്ച് ഇപ്പോഴും വരുമ്പോൾ അവിടെയൊക്കെ പോയിട്ട് ആശീർവദിച്ചു കൊണ്ടുവന്ന ആളാണ്. ഇന്നലെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുക്കൽ വരുന്നുണ്ടെന്നൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പായത്. തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉറപ്പില്ല. കാരണം അബുദാബിന്ന് വരുമ്പോൾ ഫ്ലൈറ്റ് ചിലപ്പോൾ തെറ്റാലോ. ഏതായാലും അൽഹംദുലില്ലാഹ് ഉസ്താദ് ഒന്ന് പൂർത്തിയാക്കി എന്നിട്ട് തങ്ങ സംസാരിക്കും. ആരാരില്ല. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മൾ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. മസ്ജിദിൻ്റെ കാര്യവും നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ കെട്ടിടവും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കൊക്കെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ആവശ്യമാണ്. ഇത് അല്ലാഹു തആല പറയുന്നത് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ കഴിയണം എന്നാണ്. അള്ളാഹു തന്നതിൽ നിന്ന് കൊടുക്കുകയാണ് എന്ന് തോന്നുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് എൻ്റേത് എന്നൊരു തോന്നൽ വരും. മാലി എൻ്റേത് എന്ന് അബ്ദ് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇത് പടച്ചോൻ തന്നതാണ്, അള്ളാഹു കൊടുക്കുക. അള്ളാഹു തന്നത് അള്ളാഹു കൊടുക്കുക എന്ന ഒരു ചിന്തയാണ് ഖുർആനുടനീളം. വമിമ്മാ റസഖനാഹും അല്ലെങ്കിൽ വമിമ്മാ റസഖനാക്കും, നിങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ അവർക്ക് നാം കൊടുത്തതിൽ നിന്ന് അവർ കൊടുക്കുന്നു എന്ന് പറയുന്നത് റബ്ബ് തആലയുടെ വലിയൊരു തഫദ്ദുലാണ്. അല്ലാഹ് തന്നത് നമ്മൾ കൊടുക്കുമ്പോഴും എൻ്റെ അബ്ദ് സ്വതക്ക ചെയ്തു എന്നാണ് പറയാം. ആ അമൽ അബ്ദിലേക്കാണ് അള്ളാഹു ചേർത്തുന്നത്. എൻ്റെ അബ്ദ് സ്വതക്ക ചെയ്തു. പക്ഷെ സംഗതി എൻ്റെ എല്ലാം തന്നത് അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനം പയ്യക്കി ഉസ്താദിൻ്റെ മഹാന്മാരായ 2 മഹത്തുക്കളാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉമ്പാഴ്ച ഇവിടെ ഉണ്ട്. ഉമ്പാഴ്ച 25,000 തന്നിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും പോരാ. അതിപ്പോൾ നമ്മുടെ MICക്ക് മലബാറിൻ്റെ വിഷയത്തിലൊക്കെ മാഷാ അല്ലാഹ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളിൽ നമ്മൾ വളരെ സ്നേഹിക്കുന്ന പുണ്യ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഉമ്പാഴ്ച, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ.
നമ്മുടെ ഈ മസ്ജിദിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും കയ്യിലുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു അങ്ങനെ നമ്മൾ പൈസ ഒന്നും കൊണ്ടടക്കണമെന്നില്ല. പൈസ മുതലാളിമാരാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ഇവിടെ നിന്ന് നിയ്യത്ത് ചെയ്യാം. അത് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിലേക്കൊരു നൂറും പ്രകാശവുമായി ലഭിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യും. ഈ പരിപാടി ലൈവിൽ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന 50 ലക്ഷമാണ് നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ്. ഇൻഷാ അല്ലാഹ് അത് വൈകാതെ തന്നെ പൂർത്തിയാവണം. സാധിക്കുന്ന ആളുകൾ മസ്ജിദിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്താണോ ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഫ്ലോറിംഗ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ആണോ, അതിൻ്റെ വുഡൻ വർക്കുകളാണോ, അതിൻ്റെ സിമൻ്റ് ആണോ, എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഏറ്റെടുക്കുക. മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. തങ്ങളിപ്പോൾ പ്രോഗ്രാമുകൾ ഒരുപാട് കഴിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ, വോളണ്ടിയർമാർ, മുച്ചാലിമീങ്ങൾ നിങ്ങൾക്കൊരു ചെറിയൊരു സ്പോൺസർഷിപ്പ് കാർഡ് എന്ന് പറയുന്നൊരു ചെറിയ സ്ലിപ്പ് തന്നിട്ടുണ്ട്. പയ്യക്ക് ഉസ്താദ് ഇസ്ലാമിക് അക്കാഡമിക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും നിങ്ങളുടെ അഡ്രസ്സും കുറിച്ച് എത്രയാണോ സംഖ്യ നിയ്യത്ത് ചെയ്യുന്നത് അത് നിങ്ങൾ എഴുതി ഏൽപ്പിക്കണം പരിപാടി കഴിയുന്നതിന് മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദുദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരട്ടെ. ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു സഹായം സ്വതക്ക കാര്യമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 10 ലക്ഷമോ അതിലേറെയോ, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു നല്ല സംഖ്യ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. കൈവക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാരെ ബോധിപ്പിക്കുകയോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരു ഇൽമിൻ്റെ മജ്ലിസിനെ സാക്ഷിയാക്കി ഒരു നല്ല കാര്യത്തിന് പ്രോത്സാഹനമെന്നോണം. അതുകൊണ്ട് ഒരു ഇജാബോ ഒരു റിയാओ ഒന്നും തോന്നരുത്. നമ്മൾ ചെയ്യുന്നത് അല്ലാഹു കൂലി തരാൻ വേണ്ടിയാണ്. പടച്ചതമ്പുരാൻ കബൂൽ ചെയ്യട്ടെ എന്നാദ്യമായിട്ട് ദുആയിരക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ഇവിടെ ഗൾഫിലുള്ള റിയാദിലുള്ള കമ്മിറ്റിയുണ്ട്, പിന്നെ ദമാം കമ്മിറ്റിയുണ്ട്, മറ്റു സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകർ വലിയ വലിയ സംഭാവനകൾ ചെയ്തവരാണ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ പടച്ചതമ്പുരാൻ അനുഗ്രഹം ചെയ്യട്ടെ. ഈ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന അറിവ് പകർന്നു കൊടുക്കുന്ന, അവരെ അമല് ചെയ്യുന്ന, അവരെ കൊണ്ട് അമല് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളുടെയും അമലിൻ്റെ ഒരു കൂലി ഈ സദഖ ചെയ്യുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. പള്ളി ഉണ്ടാക്കാൻ പലപ്പോഴും ആളുകൾ പെട്ടെന്ന് മുന്നോട്ട് വരാറുണ്ട്, പക്ഷെ മദ്രസ ഉണ്ടാക്കാൻ അത്ര കാണാറില്ല. ഈ പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സ്ഥാപനം. നിസ്കരിക്കാൻ എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ മദ്രസയും സ്ഥാപനങ്ങളും. അപ്പോൾ ഓരോ മുസല്ലി ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരാൾ ആ പരിസരത്തുള്ള ആളായിരിക്കും, അല്ലേ? നമ്മൾ നിസ്കരിക്കാൻ ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അവരൊരു പക്ഷേ ഏതൊക്കെ ലോകത്ത് എവിടെയൊക്കെ പോയി നിസ്കരിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂലി ഒരു സ്ഥാപനത്തെ സഹായിച്ചാൽ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ അത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വിഷയത്തിലേക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. തങ്ങളവറുകൾ വളരെ ക്ഷീണിതരാണ്, അറിയാലോ. തങ്ങൾക്ക് നടക്കാൻ പോലും പ്രയാസമുണ്ട്. ഈ നിരന്തരം യാത്രയും ഉറക്കൊഴിക്കൊക്കെ ആവുമ്പോൾ നമ്മൾ അവരെ പെട്ടെന്ന് റിലീസാക്കി അവർക്ക് വിശ്രമിക്കാൻ സമയം അനുവദിക്കലാണ് അവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവ്. അതാണ്, നേരം വൈകിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ തങ്ങളുടെ അനുഗ്രഹ സന്ദേശ പ്രഭാഷണം ഇവിടെ നടക്കാൻ